പാൽക്കപ്പയോ? അതെന്താ അത്? പാൽക്കപ്പ എന്താണെന്ന് അറിയാത്ത എന്റെ ചേച്ചിയെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പം പാൽക്കപ്പയ്ക്ക് വേണ്ടി നമ്മൾ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പയാണിത്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഇത് സ്റ്റവിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ നന്നായിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്കത് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം കപ്പ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി വെന്ത് വരുന്നത് വരെയും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കപ്പ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിന് വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് ഇനി വേറെ സ്ട്രെയിനറിലേക്ക് മാറ്റാം. നമുക്ക് ഇനി ഇതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഞാനിത് കുറച്ച് തേങ്ങ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ തേങ്ങാപ്പാല് ഒന്നുകൂടി മിക്സിയിൽ അടിച്ച് തേങ്ങാപ്പാല് 2 കപ്പ് പാല് പിഴിഞ്ഞെടുക്കണം. നമ്മൾ നേരത്തെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത കപ്പ ആ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് മാത്രമാണ് ചതച്ച് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള 3-4 പച്ചമുളക് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചെറിയ ഉള്ളി ചതച്ചും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തിള വരുന്ന സമയത്ത് കൈയെടുക്കാതെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് ഇങ്ങനെ തിളച്ച് പോകാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഒന്ന് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഈ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് താഴ്ച്ചിടണം. ഇപ്പോൾ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുന്നത്, കോക്കനട്ട് ഓയിൽ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളക് അല്ലെങ്കിൽ റെഡ് ചില്ലി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കപ്പയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പാൽക്കപ്പ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നും ഒരേ രീതിയിലാണോ നിങ്ങൾ കപ്പ തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയുമാണ് തയ്യാറാക്കാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ. ഇപ്പം പാൽക്കപ്പ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അറിയാത്തവരെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇപ്പൊ തന്നെ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ഇനി സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഒന്നുകൂടി ഒന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടി അങ്ങ് തിക്കായി വരും. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ല എരിവുള്ള കറിയുടെ കൂടെയോ നോൺ വെജിന്റെ കൂടെയോ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.